ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ ബയോളജിയിലെ ചാപ്റ്റർ 25 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. എന്നും പറയുന്ന പോലെ തന്നെ NICയിലെ കുട്ടികളായാലും നമ്മുടെ നോർമലി ബയോളജി പഠിക്കുന്ന കുട്ടികളായാലും ഒക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ 25ന്റെ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 2 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. പാർട്ട് 2 പ്രിൻസിപ്പിൾസ് ഓഫ് ഇക്കോളജി ചാപ്റ്റർ 25. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്കോസിസ്റ്റം എന്താണ്, ഇക്കോസിസ്റ്റത്തിലെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് നമ്മൾ നേരെ എന്തിലോട്ട് വന്നത്, പാർട്ട് 2 വന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മൾ എന്തൊക്കെയാണ് അതിൽ പഠിച്ചത്, എന്താണ് ഇക്കോളജി എന്ന് പറഞ്ഞ വേർഡ് എന്തിൽ നിന്നാണ്, ഇക്കോസ് അല്ലെ, അങ്ങനെ നമ്മൾ ഇക്കോളജി എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. പിന്നെ ബർത്ത് റേറ്റ് പഠിച്ചു, ഡെത്ത് റേറ്റ് പഠിച്ചു, അങ്ങനത്തെ കാര്യങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയാണ് ഫുഡ് ചെയിൻ അല്ലെ, അത് മാത്രമല്ല നിശ്ചയം എന്തായിരുന്നു, ഇക്കോളജി എന്ന് പറയുന്ന പദം ഏതിൽ നിന്നാണ് വന്നത് അല്ലെ, ഒരു ജീവിവർഗത്തിന്റെ ആ ഒരു വിഭാഗത്തെയാണ് നിശ്ചയം എന്ന് വിളിച്ചത്. ആവാസ വ്യവസ്ഥ, ഇക്കോസിസ്റ്റം, അഡാപ്ഷൻ എന്താണ് അല്ലെ, ഓരോ ബേർഡിനായാലും അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിവുണ്ട്. നോക്കുവാണെങ്കിൽ നമ്മൾ ആ എക്സാമ്പിൾ പറഞ്ഞു, കോക്കനട്ട് ട്രീ എവിടെ വളരുന്നു, വെള്ളത്തിൽ വളരുന്നു. അതുപോലെ തന്നെ എവിടെയാണ് നമ്മുടെ ക്യാമൽ ഡെസേർട്ടിൽ വളരുന്നത് പോലെയൊക്കെ എന്താണ് അഡാപ്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ബയോസ്ഫിയർ പഠിച്ചു, ഇക്കോസിസ്റ്റം പഠിച്ചു അല്ലെ. നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇവിടെ പാർട്ട് 2 ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. നമുക്ക് വൈകിപ്പിക്കേണ്ട ക്ലാസ്സിലോട്ട് പോവാം. ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ 5 ക്വസ്റ്റ്യനും അതിന്റെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്ത് പോകും. ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. എന്താണ് സ്ട്രക്ചർ ഓഫ് പോണ്ട് എക്കോസിസ്റ്റം. ഈ പോണ്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് നമുക്കിന്ന് നോക്കാനായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് ചെയിൻ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ടൊന്നും നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഫുഡ് ചെയിൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബയോട്ടിക് ഇന്ററാക്ഷൻ ഇക്കോസിസ്റ്റത്തിൽ ഒരുപാട് ബയോട്ടിക് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ട്, അതായത് കിട മത്സരങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ് നമുക്ക് നോക്കണം. അതിലൊരു essay ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താണ് ബയോമിസ് എന്ന് പഠിക്കണം. പിന്നെ നമ്മുടെ വാട്ടർ സൈക്കിൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇന്ന് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഈ പാഠം ഇന്നത്തോട് നമുക്ക് എന്ത് ചെയ്യണം, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണം. എന്താണ് സ്ട്രക്ചർ ഓഫ് പോണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ, പോണ്ട് എക്കോസിസ്റ്റം എന്ന് പറയുന്നത് അബയോട്ടിക് കമ്പോണൻസ് ആണ്. അബയോട്ടിക് കമ്പോണൻസ് ഉണ്ട്, അത് മാത്രമല്ല എന്താണ് ബയോട്ടിക് കമ്പോണൻസും ഉണ്ട്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സ്ട്രക്ചർ ഓഫ് പോണ്ട് സിസ്റ്റം എക്കോസിസ്റ്റം ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്, അബയോട്ടിക് കമ്പോണൻസ് ആൻഡ് ബയോട്ടിക് കമ്പോണൻസ്. ഈ അബയോട്ടിക് കമ്പോണൻസ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഓർ ക്ലൈമറ്റ് റീജിയൻ വരാം. അതിൽ നിന്ന് എന്ത് വരുന്നുണ്ട്, 2 സബ്ബായിട്ട് പോകുന്നു, ലൈറ്റ്, ടെമ്പറേച്ചർ, ഇനോഗ്രാനിക് സബ്സ്റ്റൻസ് വരുന്നുണ്ട്, ഓർഗാനിക് കമ്പൗണ്ട്സ് വരുന്നുണ്ട്. ഇനി എന്താണ് ഫിസിക്കൽ ഓർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, ക്ലൈമറ്റ് റീജിയൻ എന്ന് പറയുന്നത് പോണ്ട് റിസീവ് സോളാർ റേഡിയേഷൻ വിച്ച് പ്രൊവൈഡ്സ് ഹീറ്റ്, ലൈറ്റ്, എനർജി, സസ്റ്റൈൻ ലൈഫ്. പോണ്ടിൽ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു എന്ത്, സോളാർ റേഡിയേഷൻ നമുക്ക് എന്ത് തരുന്നുണ്ട്, ഹീറ്റും ലൈറ്റും അതുപോലെ തന്നെ എനർജിയും ഒക്കെ, ഊർജവും ചൂടും പിന്നെ എന്താണ് പ്രകാശവും ഒക്കെ നമുക്ക് സസ്റ്റൈൻ ലൈഫ്, നമ്മുടെ ജീവിതം നമുക്ക് ലൈഫിൽ എന്ത് തരുന്നുണ്ട്, നമുക്ക് ലഭിക്കുന്നുണ്ട്. ലൈറ്റ് എന്ന് പറയുന്നതാണ് ഇൻ കേസ് ഓഫ് ഷാലോ പോൺസ് വിത്ത് ക്ലിയർ വാട്ടർ സൺലൈറ്റ് ക്യാൻ പെൻട്രേറ്റ് അപ് ടു ബോട്ടം. ഈ ഡീപ് സ്പോൺസ് പെൻട്രേഷൻ ലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രാൻസ്പെറൻസി ഓഫ് വാട്ടർ. വെള്ളത്തിന്റെ സുതാര്യത പോലെ, ട്രാൻസ്പെറൻസി പോലെ ദ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് സസ്പെൻസീവ് പാർട്ടിക്കിൾസ്, ന്യൂട്രിയൻസ് ഓഫ് നമ്പർ ഓഫ് അനിമൽസ്, പ്ലാന്റ്സ് ഡിറ്റർമിൻ ട്രാൻസ്പെറൻസി ഓഫ് വാട്ടർ ആൻഡ് കൺട്രോൾ പെനട്രേഷൻ ലൈറ്റ്. നമുക്ക് പ്രകാശം എന്ന് പറയുന്നത് എന്താണ്, എല്ലാവർക്കും എന്ത് ചെയ്യുന്ന ലഭിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെ. ഇൻ കേസ് ഓഫ് ഷാലോ പോൺസ് ക്ലിയർ വാട്ടർ സൺലൈറ്റ് ക്യാൻ പെൻട്രേറ്റ് അപ് ടു ബോട്ടം അല്ലെ, താഴെ തട്ടിൽ നിന്ന് എന്താണ് ഉയരത്തട്ടിലോട്ട് അപ് ടു ബോട്ടം വരെ നമുക്ക് എന്ത് ചെയ്യുന്നു, സൺലൈറ്റ് എന്ത് ചെയ്യുന്നു ലഭിക്കുന്നുണ്ട്. ഇറ്റ് ഡീപ് പോൺസ് പെൻട്രേഷൻ ലൈറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ട്രാൻസ്പെറൻസി ഓഫ് വാട്ടർ എമൗണ്ട് ഡിസോൾവ് സസ്പെൻഡ് പാർട്ടിക്കിൾസ് അല്ലെ. പാർട്ടിക്കിൾസും ഒക്കെ എന്തുണ്ട് നമുക്ക് ട്രാൻസ്പെറൻസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്. അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡിറ്റർമിൻ ട്രാൻസ്പെറൻസി ഓഫ് വാട്ടർ, കൺട്രോൾ ദ പെനട്രേഷൻ ലൈറ്റ്. പ്രകാശം നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ടെമ്പറേച്ചർ, ഹീറ്റിംഗ് അഫക്ട് സോളാർ റേഡിയേഷൻ ലീഡ്സ് ടു ഡ്യൂറൽ ഡേ ആൻഡ് ലൈറ്റ് ഓർ സീസണൽ ടെമ്പറേച്ചർ സൈക്കിൾസ് ആൻഡ് ട്രോപ്പിക്കൽ റീജൻസ് ആർ നോൺ മച്ച് ടെമ്പറേച്ചർ വേരിയേഷൻസ്. പല തരത്തിൽ പല സമയത്തും ടെമ്പറേച്ചർ എന്തായിരിക്കും വേരിയേഷൻ സംഭവിക്കാം. അല്ലെങ്കിൽ ഇന്ന് ചൂട് നാളെ തണുപ്പ്, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ടെമ്പറേച്ചർ എന്ത് ചെയ്തിരിക്കുന്നത് നിശ്ചയിച്ചിട്ടുള്ളത് അല്ലെ. നമുക്ക് എല്ലാ ദിവസവും ഒരേ ക്ലൈമറ്റ് ആയിരിക്കോ, അല്ല. അറ്റ് ഹയർ ലാറ്റിറ്റ്യൂഡ് ആൻഡ് റിമാർക്കബിൾ സീസണൽ ടെമ്പറേച്ചർ വേരിയേഷൻസ്. ലാറ്റിറ്റ്യൂഡിനനുസരിച്ച് നമുക്ക് സീസൺ ആയിട്ടുള്ള എന്താണ് ടെമ്പറേച്ചറും കാര്യങ്ങളും എന്താണ് വേരിയേഷൻ സംഭവിക്കാം അല്ലെ. അത് അല്ലാതെ എന്താണ് ഡേയോ നൈറ്റിലോ ഒക്കെ എന്ത് സംഭവിക്കാം, നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. ഇനി ഇനോഗ്രാനിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, ദീസ് ആർ വാട്ടർ, കാർബൺ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം ആൻഡ് ഫ്യൂ other elements like sulfur, phosphorus depending location of the pond.
ഇവിടെ എന്താ പറയുന്നത്, നമുക്ക് ധാരാളം എന്തുണ്ട് വാട്ടറിൽ എന്തൊക്കെയാണുള്ളത്, കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, കാൽഷ്യം ആൻഡ് ഫ്യൂ അതർ എലമെന്റ്സ് ഇൻ ലൈക്ക് സൾഫർ ഫോസ്ഫറസ് ഡിപ്പെൻഡിങ് ഓൺ ദ ലൊക്കേഷൻ ഓഫ് ദ പോണ്ട്. സൾഫർ ഓർ ഫോസ്ഫറസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നിരിക്കുന്നത് ലൊക്കേഷൻ ഓഫ് ദ പോണ്ടിന്റെ അല്ലെ. ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഓഫ് ദ ഡിസോൾവ് സ്റ്റേറ്റ് ഇൻ വാട്ടർ. ഓൾ ആനിമൽസ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ വാട്ടർ ഫോർ ദെയർ ഫുഡ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസ്. നമുക്ക് എന്തെങ്കിലും ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ഓക്സിജൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ട്. ഓൾ അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാ അനിമൽസും എല്ലാ പ്ലാന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വാട്ടർ ഫോർ ദെയർ ഫുഡ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലെ. വാട്ടറും ഫുഡിനും ഒക്കെ നമ്മൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലെ, ആശ്രയിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഗ്യാസിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ബയോട്ടിക് കമ്പൗണ്ട്സ് എന്ന് പറയുന്നത് അതിന്റെ ഓർഗാനിക് കമ്പൗണ്ട്സ് ഉണ്ട്. കോമൺലി ഫൗണ്ട് ഓർഗൻസ് മാറ്റർ പോണീസ് അമിനോ ആസിഡ്, ഹ്യൂമിക് ആസിഡ്, ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റ്, ഡെഡ് അനിമൽ ഓൺ പ്ലാന്റ് ടിഷ്യൂ, ദേ പാർട്ട്ലി ഡിസോൾവ് വാട്ടർ റിമൈനിങ് അക്വസ് സെഡിമെന്റ്. ഓർഗാനിക് കമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ കോമൺലി ഫൗണ്ട് ഓർഗാനിക് മാറ്റർ ഈസ് പോൺ അമിനോ ആസിഡ് ആൻഡ് ഹ്യൂമിനിക് ആസിഡ്. നമ്മുടെ പോണ്ടിനുള്ളിൽ കാണപ്പെടുന്ന ആസിഡ് ആണ് ഏതൊക്കെയാണ്, ആസിഡ്, ഹ്യൂമിനിക് ആസിഡും അതുപോലെ തന്നെ അമിനോ ആസിഡും. ഇത് ബ്രേക്ക് ഡൗൺ പ്രോഡക്റ്റ്, ഡെഡ് അനിമൽ ആൻഡ് പ്ലാന്റ് ടിഷ്യൂസ്. ദേ ആർ പാർട്ട്ലി ഡിസോൾവ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, വായിച്ച് അതിന്റെ മെയിൻ ഹെഡിങ് മാത്രമെങ്കിലും മനസ്സിലാക്കി വെക്കുക. ബയോട്ടിക് കമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബയോട്ടിക് കമ്പൗണ്ട് പ്രൊഡ്യൂസേഴ്സ് ഫോർ ഓട്ടോട്രോപ്സ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഓട്ടോട്രോപ്സ്. ദേ സിന്തസിസ് ഫോർ ഫുഡ് ഫോർ ആൾ heterotrophs of the pond. They are following two types. ഈ ബയോട്ടിക് കമ്പൗണ്ട്സിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്നും റൂട്ടിംഗ് പ്ലാന്റ്സ് എന്നും. മനസ്സിലാവുന്നു. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്നത്, റൂട്ടിംഗ് പ്ലാന്റ്സ്, റൂട്ടഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ താഴെ നിൽക്കുന്നത് അല്ലെ. ഈ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അതിനെ എന്ത് വിളിക്കുന്നു, ഫൈറ്റോ പ്ലാങ്ക്ടൺ. മനസ്സിലായോ, ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് വിളിക്കുന്നുണ്ട്. ഫൈറ്റോ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്, പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ആണ്. പൊങ്ങിക്കിടക്കുന്ന, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യജാലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്, സ്പിറോഗ്രൈർ എന്ന് പറയുന്നത് ഒരു ആൽഗയാണ്, മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈറ്റം, അതുപോലെ തന്നെ ഒള്ളോത്രിക്സ്, ഇതൊക്കെ എന്താണ്, ഒരു തരത്തിലുള്ള ആൽഗകളും പായൽ വർഗത്തിൽപ്പെട്ടതാണ്. ഇവയെല്ലാം എന്താ കിടക്കുന്നത്, വെള്ളത്തിൽ പൊങ്ങിയാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവ എന്ത് വിളിക്കുന്നത്, പൊങ്ങിക്കിടക്കുന്നത് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇനി റൂട്ടഡ് പ്ലാന്റ്സ് ഉണ്ട്. റൂട്ടഡ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ദീസ് പ്ലാന്റ്സ് ഒക്യൂർ കോൺസെൻട്രേറ്റ് ലേയേഴ്സ് ഫ്രം പെരിഫറലി ഡീപ്പർ സോൺസ്. ഉള്ളില് ഡീപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ ആഴത്തിലുള്ള പ്ലേസിൽ എന്താണ്, ലെയേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നതാണ്. അതായത് ലെയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, നല്ല പാളികളായിട്ട് ആഴത്തിൽ സെഡിമെന്ററി ആയിട്ട് അല്ലെങ്കിൽ നല്ല നല്ല താഴെയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നവരാണ്. സം എക്സാമ്പിൾ റൂട്ടഡ് പ്ലാന്റ്സ്, ടൈഫ ബുൾഷേഴ്സ്, സഗിറ്റാരിയ, ഹൈഡ്രില്ല, റുപ്പിയ, ചാര. ഇതൊക്കെ എന്താണ്, റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. നമുക്ക് പേരിൽ തന്നെയുണ്ട്, വേര് ഉറപ്പിച്ച് നിൽക്കുന്ന എന്താണ്, പ്ലാന്റ്സിനെയാണ്. കോൺസെൻട്രേറ്റ് ലേയേഴ്സ് ഓഫ് പെരിഫറൽ ടു ഡീപ്പർ സോൺ, ആഴങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വേര് ഉറച്ചു നിൽക്കുന്നതിനെയാണ് റൂട്ടഡ് പ്ലാന്റ്സ് എന്ന് വിളിക്കുന്നത്. ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവയാണ് എന്ന് വിളിക്കുന്നത് ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇനി കൺസ്യൂമേഴ്സ് ഓർ ഹെട്രോട്രോപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആനിമൽസ് വിച്ച് ഫീഡ് ഡയറക്ട്ലി ആൻഡ് ഓട്ടോട്രോപ്സ്, ഇൻസെക്ട്, ലാർവേ, ടാഡ്പോൾ, സ്നെയിൽസ് ഓർ ആൻ അതർ ആനിമൽസ്, സൺഫിഷ് ആൻഡ് ബാസ്. മൃഗങ്ങളെ ഭക്ഷിക്കുന്നവ അല്ലെ, മൃഗങ്ങളെ ഭക്ഷിക്കുന്നവയാണ് എന്ത് വിളിക്കുന്നത്, ഹെട്രോട്രോപ്സ് എന്ന് വിളിക്കുന്നത്. ആനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഭക്ഷിക്കുന്നതിനെയാണ്. അതൊക്കെ ഏതൊക്കെയായിരിക്കും, ആൽമാക്രി, സ്നെയിൽസ്, ഒച്ച്, ലാർവ, ഇൻസെക്ട്, കുഞ്ഞു കുഞ്ഞു പ്രാണികൾ, ഇവയെല്ലാം എന്തെന്ന് വിളിക്കുന്നത്, നമ്മൾ കൺസ്യൂമേഴ്സ് ആൻഡ് ഹെട്രോട്രോപ്സ് എന്നാണ് വിളിക്കുന്നത്. ആനിമൽസ് വിച്ച് ഫീഡ് ഡയറക്ട്ലി ഓട്ടോട്രോപ്സ്, മനസ്സിലാകുന്നുണ്ട്, മൃഗങ്ങളെ ഭക്ഷിക്കുന്നവ. ഇനി ഡീകമ്പോസേഴ്സ്. ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, they are distributed whole pond and most abundant bottom in pond sediment. മനസ്സിലായോ, സെഡിമെന്റ് ഏറ്റവും താഴെ തട്ടില്, കുളത്തിന്റെ അല്ലെങ്കിൽ പോണ്ടിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്നവയാണ്, അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ അടിഞ്ഞുകൂടി അതിനുള്ളിൽ അടിയിൽ കിടക്കുന്നത്. അതായിരിക്കും ബാക്ടീരിയ വരാം, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോബ്സ്, അതായത് സൂക്ഷ്മാണുക്കൾ വരാം, പല തരത്തിലുള്ള എന്താണ് ഓർഗാനിസംസ് അല്ലെങ്കിൽ എന്താണ് സൂക്ഷ്മാണുക്കൾ നമുക്ക് ഇതിൽ വരാം, ഡീകമ്പോസസിൽ പറയാൻ പറ്റും. മനസ്സിലായി. അപ്പൊ ഡീകമ്പോസസ് എന്താണ്, ദേ ആർ ഡിസ്ട്രിബ്യൂട്ട് ഹോൾ പോണ്ട്, ലാസ്റ്റ് പോണ്ടിന്റെ ഏറ്റവും അവസാനത്ത് കുളത്തിന്റെ അടിയിൽ കിടക്കുന്നവയാണ് നമ്മൾ ഡീകമ്പോസസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ഇത്രയാണ് നമുക്ക് അവിടെ മെയിൻ ആയിട്ട് പഠിക്കാനായിട്ട് ഉള്ളത്. മനസ്സിലാവുന്നു. ഇനി ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ടെറിട്ടറി കൺസ്യൂമേഴ്സ്, സെക്കൻഡറി കൺസ്യൂമേഴ്സ്, പ്രൈമറി കൺസ്യൂമേഴ്സ്, പ്രൈമറി പ്രൊഡ്യൂസർ. എന്തൊക്കെയാണ്, ഫോർത്ത് ട്രോപ്പിക് ലെവൽ എന്താണ്, ഫസ്റ്റത്തെ ടോപ്പ് കാർണിവേഴ്സ്. കാർണിവേഴ്സ് എന്താണ്, മാംസഭോജികളാണ് അല്ലെ, മനുഷ്യൻ, ലയൺ അല്ലെ. തേർഡ് ട്രോപ്പിക് ലെവലിൽ എന്താണ്, കാർണിവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ബേർഡ്സിനെയും ഫിഷിനെയും വൂൾഫിനെയും ഒക്കെയാണ്.
സെക്കൻഡ് ട്രോപ്പിക് ലെവൽ തന്നെ ഹെർബിയോസ് ആണ്. അത് എന്താണ് ഗ്രാസ് ഹോപ്പർ ആൻഡ് കൗവ് അതൊക്കെയാണ് ജസ്റ്റ് പുല്ല് വർഗത്തിൽപ്പെട്ടവയൊക്കെ കഴിക്കുന്നത്. ഫസ്റ്റ് ട്രോപ്പിക് ലെവൽ എന്ന് പറയുന്നത് ഫൈറ്റോപ്ലാങ്ക്ടൺ, ഗ്രാസ്, ട്രീസ് ഇതൊക്കെയാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ആ പിക്ചറൈസ് ഒന്ന് മനസ്സിലാക്കുക. സ്പീഷീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്പീഷീസ് കമ്പോസിഷൻ എന്ന് പറയുന്നത്? എ കമ്മ്യൂണിറ്റി ഈസ് ആൻ അസംബ്ലേജ് ഓഫ് മെനി പോപ്പുലേഷൻ ദാറ്റ് ആർ ലിവിംഗ് ടുഗദർ same place and type. For example, tropical forest community consists of trees, vines, herb, shrub along large number of different species in animals. ധാരാളം ഷെർബാവട്ടെ ഹെർബാവട്ടെ അല്ലെ, ഷെർബ് ഹെർബ് പറയും പൊക്കം കുറഞ്ഞത്, അതുപോലെ തന്നെ പൊക്കം കൂടിയ മരങ്ങൾ, അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ആനിമൽസ് എവിടെയുണ്ട്, നമ്മുടെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് സാധിക്കും. ദിസ് ഇസ് നോൺ ആസ് സ്പീഷീസ് കമ്പോസിഷൻ ഓഫ് ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എക്കോസിസ്റ്റം. ഇവയാണ് എന്ത് വിളിക്കുന്നത്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതായത് എ കമ്മ്യൂണിറ്റി ആസ് മെനി പോപ്പുലേഷൻ ലിവിംഗ് ടുഗദർ ദ സെയിം പ്ലേസ് ആൻഡ് ടൈം. ഒരുപാട് എന്താണ് ജീവജാലങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്പീഷീസ് ആയിട്ട് ഫോറസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ട്രീസ് ആവാം, അത് വൈൻസ് ആവാം, ഹെർബാവാം, ഷെർബാവാം അല്ലെ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അനിമൽസ് ആവാം. ഇതെല്ലാം എന്താണ് വിളിക്കുന്നത്, ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഇക്കോസിസ്റ്റം എന്നാണ്. ഈച്ച് ഇക്കോസിസ്റ്റം ഹാസ് ഇറ്റ്സ് ഓൺ സ്പീഷീസ് കമ്പോസിഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്യൂട്ടബിളി ഹാബിറ്റഡ് ക്ലൈമറ്റ്. ഇവ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ശീലങ്ങളുമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇഴുകി ചേരുന്നവരെയാണ്. If you compare animal and plant population, forest they are entirely different from those grassland. Not only types of species different and two ecosystem, but even their total number of biomes. Just ഒന്ന് വായിച്ചു വയ്ക്കുക. Total number of types of species is commune determines stability ecosystem balance. Total number of types of species എന്ന് വിളിക്കുന്നുണ്ട്, എക്കോസിസ്റ്റം ബാലൻസ് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? ഡിറ്റർമിൻ സ്റ്റെബിലിറ്റി അനുസരിച്ച്. ഇനി സ്ട്രാറ്റിഫിക്കേഷൻ എന്താണ്? സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ദ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലാന്റ്സ് ഇൻ എക്കോസിസ്റ്റം ഈസ് കാൾഡ് എക്കോസിസ്റ്റം സ്ട്രാറ്റിഫിക്കേഷൻ. മനസ്സിലാവുന്നുണ്ടോ? തിരശ്ചീനമായോ ലംബമായോ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ പ്ലാന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, എക്കോസിസ്റ്റം എന്ത് ചെയ്യും നമ്മൾ പറയുന്നു, അതിനെയാണ് എക്കോസിസ്റ്റം സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ഫോളോഡ് ഷോർട്ട് റേസ്, ചെറിയ ട്രീകളുണ്ട്, ഷർബ് ഉണ്ട്, പിന്നെ എന്താണ് ഫോറസ്റ്റ് ഫ്ലവേഴ്സ്, ഗ്രാസ് ഉണ്ട്, സം ബോറിംഗ് animals live understand their tunnels and roots and plants. Each layer from deep tree top forest floor characterized fauna and flora. ഇതാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ള. ജന്തുവർഗമുണ്ട്, സസ്യജാലമുണ്ട്. ഫോണ എന്ന് പറയുന്നത് ജന്തുവർഗമാണ്, ഫ്ലോറ എന്ന് പറയുന്നത് സസ്യജാലങ്ങളാണ്. ഇതെല്ലാം എന്താണ്, സ്ട്രാറ്റിഫിക്കേഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? സസ്യവർഗങ്ങളുണ്ട്, ജന്തുവർഗങ്ങളുണ്ട്. എക്കോസിസ്റ്റം ഷോസ് ലോസ് കണ്ടിന്യൂസ് discontinuous layers can vegetation is animals is patches showing in type horizontal stratification. എന്താണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ഫോറസ്റ്റിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, ഫ്ലോറ ആൻഡ് പിന്നെ ഫോണ. ഫോണ എന്ന് പറയുന്നത് ജന്തുവർഗമാണ്, ഫ്ലോറ എന്ന് പറയുന്നത് സസ്യജാലങ്ങളെയാണ്. ഇനി ഫുഡ് ചെയിൻ എന്താണ്? ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് ചെയിൻ പ്ലാന്റ്സ് through the story series organism with the repeated eating on the being eaten is called food chain. ഒന്നിനെ കഴിക്കുന്നു, അത് കഴിഞ്ഞ ശേഷം അത് മറ്റൊന്നിനെ കഴിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഗ്രാസ് എന്ത് ചെയ്യുന്നുണ്ട്, പുല്ലിനെ ആര് കഴിക്കുന്നുണ്ട്, ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നുണ്ട് അല്ലെ. പുൽച്ചാടി ആര് കഴിക്കുന്നുണ്ട്, നമ്മുടെ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ തവള കഴിക്കുന്നു, തവളയെ പാമ്പ് കഴിക്കും, സ്നേക്ക് കഴിക്കുന്നു, സ്നേക്കിനെ ആര് കഴിക്കുന്നു, ഈഗിള് കഴിക്കുന്നു അല്ലെ. അപ്പൊ നമ്മുടെ കഴുകൻ എന്ത് ചെയ്യുന്നു, പാമ്പിനെ കഴിക്കുന്നു. ഇതൊരു ഫുഡ് ചെയിൻ ആണ്. ഒന്നിനെ ആഹാരമാക്കുന്ന രീതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഫുഡ് ചെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോ ഈച്ച് സ്റ്റെപ്പ് ഇൻ ഫുഡ് ചെയിൻ ഈസ് കാൾഡ് ട്രോപ്പിക് ലെവൽ. ഒരു താഴെ തട്ടിൽ നിന്നാണ് എന്ത് തുടങ്ങുന്നത്, ഫുഡ് ചെയിൻ തുടങ്ങുന്നത് അല്ലെ. എല്ലാവരും ഫസ്റ്റ് തന്നെ നമ്മൾ കഴുകനെ പിടിച്ച് നമ്മുടെ കഴുകൻ ആരെ കഴിക്കുന്നു, നമ്മുടെ പാമ്പിനെ കഴിച്ചുകൊണ്ടാണോ തുടങ്ങുന്നത്? അല്ല, ചെറിയ ചെറിയ ലിവിങ് ഓർഗാനിസത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പോകുന്നത് അല്ലെ. ആദ്യം ഗ്രാസ് ഉണ്ടാകുന്നു, ഒരു പച്ചപ്പുല്ലാണ്, ആ പച്ചപ്പുല്ലിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗ്രാസ് ഹോപ്പറിനെ നമ്മുടെ ഫ്രോഗ് കഴിക്കുന്നു, ഫ്രോഗിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്നേക്ക് കഴിക്കുന്നുണ്ട്, സ്നേക്കിനെ ഈഗിള് കഴിക്കുന്നുണ്ട്. അവിടെ ആ പിക്ചറൈസ് കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ അല്ലെ. ആ നല്ലൊരു പിക്ചറാണ്, കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ചെയിൻ അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. മാനിന്റെ എന്താണ്, മാനിനെ ആരാ കഴിക്കുന്നത്, അവിടെ കൊടുത്തിട്ടുണ്ട്. ആരാ, പുലിയോ അല്ലെങ്കിൽ എന്താണ് കടുവയോ ഒക്കെ എന്ത് ചെയ്യാം, നമ്മുടെ മാനിനെ കഴിക്കുന്നുണ്ട്. മാൻ എന്താ കഴിക്കുന്നത്, ഫോറസ്റ്റിനെയാണ് അല്ലെ. ഫോറസ്റ്റിലുള്ള ചെറിയ ചെറിയ പുല്ല് വർഗത്തിൽപ്പെട്ടതോ അല്ലെങ്കിൽ കായ്കനികളൊക്കെ മാന് കഴിക്കുമ്പോൾ മാനിനെ എന്ത് ചെയ്യുന്നുണ്ട്, വലിയ എന്താണ് കടുവയോ അല്ലെങ്കിൽ എന്താണ് സിംഹോ ഒക്കെ ആഹാരമാക്കുന്നുണ്ട്. The important features that you can note these changes. എന്തൊക്കെയാണ്, വീക്കർ ഓർഗാനിസത്തെ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു കഴിവില്ല അല്ലെങ്കിൽ എന്താണ് വീക്കായിട്ടുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുന്നുണ്ട്, സ്ട്രോങ്ങർ ആയിട്ടുള്ള ഓർഗാനിസം അറ്റാക്ക് ചെയ്യുന്നുണ്ട്
അല്ലെ. മാനിനൊക്കെ അധിക ദൂരം ഓടാൻ കഴിഞ്ഞാലും അത് എന്ത് ചെയ്യുന്നു, തളർന്നു പോകുന്നു. അവയെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് വലിയ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് എന്ത് ചെയ്യുന്നു, നശിപ്പിച്ച് അതിനെ ഭക്ഷ്യമാക്കുന്നു. അതാണ്. പിന്നെ നമ്പർ ഓഫ് ഓർഗാനിസംസ് റെഡ്യൂസ്, ഹയർ ലെവൽ സൈസ് ഓഫ് ദ ഓർഗാനിസം ഇൻക്രീസസ്. അല്ലെ, നമ്പർ ഓഫ് ഓർഗാനിസം എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ആവുന്നു. പിന്നെ സൈസ് ഓഫ് ഓർഗാനിസം എന്തായിരുന്നു, ഇൻക്രീസ് ആവുന്നു. ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ഇൻ ഫുഡ് ചെയിൻ ഈസ് ലിമിറ്റഡ് ടു 4 to 5. അല്ലെ, ഒരു 4 to 5 തന്നെയാണ് ഫുഡ് ചെയിനിന്റെ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. ഫുഡ് ചെയിൻ എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യമാണ്. ഇനി ഹെർബിയോസും ഉണ്ട്, കാർണിയോസും ഉണ്ട്. ഹെർബിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ആനിമൽസ് ഫീഡ് ഡയറക്ട്ലി പ്ലാന്റ്സ്. അല്ലെ, എന്താ ചെയ്യുന്നത്, അനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാന്റ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നതിനെയാണ് ഹെർബിയോസ് എന്ന് പറയുന്നത്. ദ ഫസ്റ്റ് ലെവൽ കൺസ്യൂംസ് therefore they are also primary consumed to make the second trophic level food chain. എക്സാമ്പിൾ ഗ്രാസ്ഹോപ്പർ ടു ആൻ എക്സാമ്പിൾ ആണ്. അല്ലെ, ഹെർബിയോസും കാർണിയോസും പഠിച്ചു വെക്കുക. അനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്ലാന്റ്സിനെയാണ് ഡയറക്ട്ലി എന്ത് ചെയ്യുന്നത്, ഫീഡ് ചെയ്ത് കഴിക്കുന്നത്. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കുന്നു, ഹെർബിയോസ് എന്ന് വിളിക്കുന്നതാണ്. പിന്നെ അതർ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഇൻസെക്ട് ഉണ്ട്, ബേർഡ്സ് ഉണ്ട്, പിന്നെന്താണ്, റുമിനൻസ്, ഇതൊക്കെ അവിടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. പ്ലാന്റ് ആണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്, കഴിക്കുന്നത്. ഇനി കാർണിയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനിമൽസ് വേറൊരു അനിമൽസിനെ ഫീഡ് ചെയ്യുകയാണ്. ഒരു അനിമൽസ് വേറൊരു അനിമൽസിനെ ഫീഡ് ചെയ്യുന്ന രീതിയാണ് കാർണിയോസ് എന്ന് പറയുന്നത്. ഇവര് എന്താണ്, ഫോഗ് സെക്കൻഡറി ലെവലാണ്. ഫോഗ് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റ് ഗ്രാസ് ഹോപ്പറിനെ എന്ത് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അല്ലെ, അപ്പൊ ഇതാ പറയുന്നത് ഒരു അനിമൽസ് വേറൊരു അനിമൽസിനെ എന്ത് ചെയ്യുന്നു, കഴിക്കുന്നത്. അതാണ് ഫോഗ്, സ്നേക്ക്, ഡോഗ്, ക്യാറ്റ്, ഇതൊക്കെ കാർണിയോസ് ആണ്. മറ്റത് പ്ലാന്റ്സിനെ ആഹാരമാക്കുന്ന ഹെർബിയോസ്, നമ്മുടെ അനിമൽസിനെ ആഹാരമാക്കുന്നവരെ നമ്മൾ കാർണിയോസ് എന്നും പറയുന്നുണ്ട്. ഡീകമ്പോസസ് എന്ന് എന്താണ്? ദേ മേക്കപ്പ് ഫൈനൽ ട്രോപ്പിക് ലെവൽ ഫുഡ് ചെയിൻ. ഡീകമ്പോസസ് ആർ ദ ഓർഗാനിസം ഫീഡ് ഡെഡ് ഓർഗാനിസം മെറ്റർ കാൾഡ് detritus for of the trophic levels help recycling nutrients. എക്സാമ്പിൾ ഓഫ് ഡീകംസ് ബാക്ടീരിയ. ബാക്ടീരിയ ഒക്കെ എന്താണ്, വിഘടന ജീവികളാണ്. വിഘടിച്ച് വീണ്ടും ഉണ്ടാകുന്നവരാണ്. അല്ലെ, വിഘാടകർ എന്ന് പറയും. അതായത് ഒന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുക. അല്ലെ, ബാക്ടീരിയ, ഫംഗി, അതുപോലെ തന്നെ മൈറ്റ്സ്, മിലിപ്പഡ്സ്, എർത്ത് വോംസ്, ഈ സ്ലഗ്സ്, ക്രാബ്സ്, ഇതൊക്കെ എന്താണ്, നമ്മൾ ഡീകമ്പോസേഴ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഫുഡ് വെബ് എന്താണ്? ഫുഡ് വെബ് ഇൻ നാച്ചുറൽ ഫുഡ് ചെയിൻ ഈസ് നോട്ട് ഐസൊലേറ്റഡ് സീക്വൻസ് ബട്ട് ദേ ആർ ഇന്റർ കണക്റ്റഡ് വിത്ത് വൺ അതർ. എന്നാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്? ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട്, വിത്ത് വൺ അതർ. അല്ലെ, ഇന്റർ കണക്റ്റഡ് ആണ്. ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള എ നെറ്റ്വർക്ക് ഫുഡ് ചെയിൻ വിച്ച് ഇന്റർ കണക്റ്റഡ് വേരിയസ് ട്രോപ്പിക് ലെവൽസ് ഫുഡ് ചെയിൻ ഫ്രം നമ്പർ ഓഫ് ഫീഡിംഗ് കണക്ഷൻ ഈസ് കാൾഡ് ഫുഡ് വെബ്. എന്താ പറയുന്നത് നോക്കിക്കേ, ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ഫീഡിംഗ് കണക്ഷൻ ഈസ് കാൾഡ് ഫുഡ് വെബ്. ഇനി ഫുഡ് വെബ് ട്രോപ്പിക് ലെവൽ മേ കണക്റ്റഡ് മോർ ദാൻ ഓൺ ഫുഡ് ചെയിൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് ഫുഡ് ചെയിൻ, ഫുഡ് വെബിന്റെ ഇത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? അഡൽട്ട് ഇൻസെക്ട് എമർജൻസ്, പിന്നെ എന്താണ്, സൂപ്ലാങ്ക്ടസ്. ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോന്ന് കണക്റ്റഡ് ആയിട്ട്, ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ്. ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മൾ ഫുഡ് വെബ് എന്ന് വിളിക്കുന്നത്. ഇന്റർ കണക്റ്റഡ് റിലേഷൻഷിപ്പിനെ ഫുഡ് വെബ് എന്ന് വിളിക്കുന്നു. എ സ്നേക്ക് ഹാൻഡ് ഫീഡ് ഫ്രോഗ്, റേറ്റ് ഓർ എനി അതർ സ്മാൾ റോൺ. അതായത് പാമ്പിനെ എന്ത് ചെയ്യുന്നുണ്ട്, തവള എന്ത് ചെയ്യുന്നുണ്ട്, പാമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, തവളെ കഴിക്കുന്നുണ്ട്. തവള എന്ത് ചെയ്യുന്നുണ്ട്, എലി എന്ത് ചെയ്യുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അത് സ്മാൾ റോഡനാണ്. ഇൻ ദ ഫിഗർ ഓഫ് ബിലോ സൺഫിഷ് കൺസ്യൂമേഴ്സ്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കുക. ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ എന്താണ്, ദ നാച്ചർ ഓഫ് ഫുഡ് ചെയിൻസ് ആർ നോട്ട് isolated sequence but they are interconnected with one another. മനസ്സിലായി? ഒന്നിനും മറ്റൊന്ന് എന്ത് ചെയ്യുന്നു, അനദർ കണക്റ്റഡ് ആയിരിക്കുന്നതിനാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ഇക്കോളജിക്ക് പിരമിഡൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. നമുക്ക് എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാക്കി, ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാകുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇക്കോളജിക്ക് പിരമിഡൊക്കെ നമ്മളിപ്പോ പറഞ്ഞതുമായിട്ട് സാമ്യമുള്ളതാണ്. ഇനി ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം, നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മോഡിഫൈഡ്. എന്താണ് ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം? ടൈപ്സ് ഓഫ് ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഇക്കോസിസ്റ്റം സച്ച് ആസ് പോഡ്സ്, ലേക്സ്, എന്താണ് ഗ്രാസ് ലാൻഡ്, അല്ലെ, മരുഭൂമി, അതുപോലെ തന്നെ കുളങ്ങള്, അതുപോലെ തന്നെ എന്താണ് കാടുകള്, ഇതെല്ലാം എന്താണ് ടൈപ്സ് ആയിട്ടുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല ഇവരെല്ലാം നമുക്ക് എന്ത് തരുന്നുണ്ട്, ഫുഡ് തരുന്നുണ്ട്, ഫ്യൂവല് തരുന്നുണ്ട്, ഫോഡർ തരുന്നുണ്ട്, മെഡിസിൻ തരുന്നുണ്ട്. അല്ലെ, പ്രകൃതിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്, ആഹാരം കിട്ടുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്, ഇന്ധനം കിട്ടുന്നുണ്ട്, മരുന്നുകൾ കിട്ടുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഹ്യൂമൻ മോഡിഫൈഡ് എക്കോസിസ്റ്റം ആർ മെയ്ഡ് ആൻഡ് മാനേജ്ഡ് ഹ്യൂമൻ ബീസ് ദെയർ ബെറ്റർ ലിവിങ്.
അർബൻ എക്കോസിസ്റ്റം, റൂറൽ എക്കോസിസ്റ്റം, അഗ്രോ എക്കോസിസ്റ്റം, culture and space ship, aquarium terror, and some example in the human modified ecosystem. ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യന്റെ ഹ്യൂമൻ എക്കോസിസ്റ്റത്തെ എന്ത് ചെയ്യുന്നു? മോഡിഫൈ ചെയ്യുന്നതാണ്. ബയോട്ടിക് ഇന്ററാക്ഷൻ ഇൻ എക്കോസിസ്റ്റം നോക്കിക്കേ, എന്താണ് ബയോട്ടിക് ഇന്ററാക്ഷൻ ഇൻ എക്കോസിസ്റ്റം? ഇത് തൊട്ട് നല്ല പോലെ എന്ത് ചെയ്യുക? പഠിക്കുക. ദ ഇന്ററാക്ഷൻ ദാറ്റ് occurs among different individuals of the same species is called intraspecific interaction. നോക്കിക്കേ, the interaction that occurs among different ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ സെയിം സ്പീഷീസ് ഈസ് കാൾഡ് ഇൻട്രാസ്പെസിഫിക് ഇന്ററാക്ഷൻ. അതിൽ തന്നെ ഉണ്ട്. അടുത്ത് ഇന്ററാക്ഷൻ എമംഗ് ദ ഇൻഡിവിജ്വൽ ഡിഫറെന്റ് സ്പീഷീസ് ഈസ് കമ്മ്യൂണിറ്റി ടേംഡ് ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ. ശ്രദ്ധിച്ചിരിക്കാം. ബയോളജിക്കൽ കമ്മ്യൂണിറ്റി ക്യാൻ ഏരിയ ഓർ എക്കോസിസ്റ്റം കോംപ്ലക്സ് നെറ്റ്വർക്ക് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദ ഇന്ററാക്ഷൻ ദാറ്റ് ഒക്യൂസ് എമംഗ് ഡിഫറെന്റ് ഇൻഡിവിജ്വൽ, പലതരത്തിലുള്ള ആൾക്കാർ, സെയിം സ്പീഷീസിലുള്ള ആൾക്കാർ എന്താണ്? ഇൻട്രാ സ്പെസിഫിക് ഇന്ററാക്ഷൻ ആയിട്ടും, പിന്നെ എന്താണ്? വൈ ദ ഇന്ററാക്ഷൻ എമംഗ് ഇൻഡിവിജ്വൽ ഡിഫറെന്റ് സ്പീഷീസ് കമ്മ്യൂണിറ്റി ടേംഡ് ഇന്റർ സ്പെസിഫിക് ഇന്ററാക്ഷൻ ആയിട്ടും കണക്കാക്കുന്നുണ്ട്. ആൾക്കാർ തമ്മിൽ എന്തുണ്ട്? കോമ്പറ്റീഷൻ ഉണ്ട് അല്ലേ? പാമ്പിന് തവളയെ വേണം അല്ലെ? അത് മാത്രമല്ല മറ്റു ജീവജാലങ്ങൾക്കും തവള ആവശ്യമാണ്. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള കിട മത്സരങ്ങൾ നടന്നുണ്ട്, കോമ്പറ്റീഷൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട് അല്ലെ? ഒരു സെയിം ടൈമിൽ എന്ത് ചെയ്യുന്നുണ്ട്? കോമ്പറ്റീഷൻ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് പോസിബിൾ ബയോളജിക്കൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു സ്പീഷീസ്. കണ്ടോ? നെഗറ്റീവ് ഇന്ററാക്ഷൻസ് ഉണ്ട്. അതിൽ അമൻസലിസം, അതുപോലെ തന്നെ പ്രഡേഷൻ എന്ന് പറഞ്ഞാൽ വേട്ടയാടലാണ്. അമൻസലിസം എന്ന് എന്താണ്? വൺ സ്പീഷീസ് ഇൻഹിബിറ്റഡ് വൈൽ ദ അതർ സ്പീഷീസ് അൺഅഫക്റ്റഡ്. മനസ്സിലായോ? ഒരു സ്പീഷീസിനെ എന്ത് ചെയ്യുന്നു? അഫക്ട് ചെയ്യുന്നു, മറ്റതിനെ എന്ത് ചെയ്യില്ല? അൺഅഫക്റ്റഡ് ആണ്. ഇനി വേട്ടയാടൽ അല്ലെങ്കിൽ എന്താണ്? പ്രഡേഷൻ എന്ന് എന്താണ്? predator prey relationship on species. predator അതായത് വേട്ടയാടുന്ന ആൾ ബെനിഫിറ്റ് വെൽ സെക്കൻഡ് സ്പീഷീസ് പ്രേ ഹാംഡ് ഇൻഫിറ്റ്. ഒരാൾ വേട്ടയാടുന്ന ഒരു ജീവിയെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പാരസൈറ്റിസം എന്ന് എന്താണ്? ബെനിഫിഷ്യൽ ടു വൺ സ്പീഷീസ്, ഒരു സ്പീഷീസിന് ബെനിഫിറ്റ് ആണ് അല്ലെങ്കിൽ എന്താണ്? നേട്ടമാണ്, ഒരു വർഗത്തിന് ഗുണമാണ്. ടു ഹാംഫുൾ ടു ദെയർ അതർ സ്പീഷീസ്, മറ്റൊരു വർഗത്തിന് എന്താണ്? വളരെയധികം ദോഷകരമാണ്. കോമ്പറ്റീഷൻ അഡ്വേഴ്സ്ലി അഫക്റ്റ് ബോത്ത് സ്പീഷീസ്, രണ്ടുപേർക്കും എന്താണ്? പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നതിനെയാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി പോസിറ്റീവ് അസോസിയേഷൻ ഏതാണ്? കമൻസലിസം എന്ന് എന്താണ്? വൺ സ്പീഷീസ് കമൻസൽ ബെനിഫിറ്റ്സ് വൈൽ അതർ സ്പീഷീസ് ഹാസ് ന്യൂട്രൽ ഇന്ററാക്ഷൻ. വൺ സ്പീഷീസിനാണ് ഇന്ന് കമൻസലിസം എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അസോസിയേഷൻ ആണ്. ഇനി ന്യൂട്രലിസം, നെയ്തർ സ്പീഷീസ് അഫക്ട് അതർ ദ നെയ്തർ ഹാംഡ് നോർ ഇൻഹാബിറ്റഡ്. ന്യൂട്രലിസം എന്ന് പറഞ്ഞാൽ ആർക്കും ദോഷം വരുന്നില്ല, രണ്ടുപേരെയും എന്തല്ല? വലിയ ദോഷങ്ങളൊന്നും ഇല്ലാതെ ന്യൂട്രലി എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. മ്യൂച്വലിസം ഇന്ററാക്ഷൻ ഈസ് ഫേവറബിൾ ടു ബോത്ത് സ്പീഷീസ്. ബന്ധം എന്തുണ്ട്? രണ്ടുപേരും തമ്മിൽ എന്തുണ്ട്? ഫേവറബിൾ ബോത്ത് സ്പീഷീസ് ആണ്. അതുകൊണ്ട് അവ എന്ത് വിളിക്കുന്നുണ്ട്? മ്യൂച്വലിസം എന്ന് വിളിക്കുന്നുണ്ട്. ഇനി ന്യൂട്രൽ ഇന്ററാക്ഷൻ, ന്യൂട്രലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? നെയ്തർ സ്പീഷീസ് അഫക്റ്റ് ദ അതർ. അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പാരസൈറ്റിസത്തിൽ എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചിഹ്നം ഉണ്ട് അല്ലെ? ഒരാൾക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രശ്നമാവുന്നുണ്ട്. കോമ്പറ്റീഷനിൽ എന്താണ്? അഡ്വേഴ്സ്ലി അഫക്ട് ബോത്ത് സ്പെഷ്യലി, രണ്ടുപേരും എന്ത് ചെയ്യുന്നു? അഫക്ട് ചെയ്യുന്നുണ്ട്. 0 ആണ് അല്ലെ? കമൻസലിസിൽ ഒരു പ്ലസും ഒരു 0യും കൊടുത്തിട്ടുണ്ട്. വൺ സ്പീഷീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? അഫക്ട് ചെയ്യുന്നുണ്ട്, മറ്റതിനെ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂട്രൽ ആയിട്ട് കമൻസലിസം ആണ് അല്ലെ? രണ്ടാമത് ന്യൂട്രലിസത്തിന് ആർക്കും തന്നെ എന്തില്ല? പ്രശ്നം ഇല്ല. മ്യൂച്വലിസത്തിൽ എന്താണ്? ഇന്ററാക്ഷൻ ഈസ് ഫേവറബിൾ, രണ്ടുപേർക്കും എന്താണ്? ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേതിൽ ആർക്കും ദോഷവും ഇല്ല ഗുണവും ഇല്ല. ഇതിൽ എന്താണ്? രണ്ടുപേർക്കും എന്താണല്ല? ഫേവറബിൾ ആണ്. അതായത് രണ്ടുപേരും എന്താണ്? കൊക്കയായിട്ട് പോകുന്നത്. അതാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. രണ്ടുപേർക്കും പോസിറ്റീവ് ആണ് ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നു? മറ്റേത് രണ്ടുപേർക്കും നെഗറ്റീവ് ആണ് ന്യൂട്രലിസം, രണ്ടുപേർക്കും പോസിറ്റീവ് ആണ് മ്യൂച്വലിസം. ഒരാൾക്ക് പോസിറ്റീവും ഒരാൾക്ക് നെഗറ്റീവും ആണെങ്കിൽ അത് കമൻസലിസം. ന്യൂട്രലിസം ആണെങ്കിൽ രണ്ടുപേർക്ക് നെഗറ്റീവ് ആണെങ്കിൽ അത് എന്താണ്? ന്യൂട്രലിസം. നെയ്തർ സ്പീഷീസ് അഫക്റ്റഡ് ദ ബെനിഫിഷ്യലും അല്ല ഹാർംഫുള്ളും അല്ല, എന്നാൽ അൺഅഫക്റ്റഡും അല്ല. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, പഠിച്ചേ പറ്റൂ. ഇത് എക്സാമിന് ചോദിക്കും. ഇനി അമൻസലിസം എന്താണ്? അമൻസലിസം എന്ന് പറയുന്നത് രണ്ട് സ്പീഷീസ് തമ്മിലുള്ള എന്താണ്? ഒരു നെഗറ്റീവ് ബന്ധമാണ്. അതെന്താണ്? ഒരു സ്പീഷീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപദ്രവിക്കുന്നുണ്ട്. അതാണ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ അറിയാം. ദിസ് ഈസ് എ നെഗറ്റീവ് അസോസിയേഷൻ ആണ്. ഇതൊരു നെഗറ്റീവ് അസോസിയേഷൻ ആണ്. ടു സ്പീഷീസ് ഇൻ വിച്ച് ഓൺ സ്പീഷീസ് ഹാം റെസ്ട്രിക്ട് അതർ സ്പീഷീസ്. അതാ പറയുന്നത് രണ്ട് സ്പീഷീസ് തമ്മിലുള്ള നെഗറ്റീവ് ബന്ധമാണ് അമൻസലിസം എന്ന് പറയുന്നത്. ഒരു സ്പീഷീസ് എന്ത് ചെയ്യുന്നുണ്ട്? മറ്റൊരു സ്പീഷീസിനെ ഉപദ്രവിക്കുന്നുണ്ട്. അമൻസലിസം.
ഇനി predation എന്ന് പറയുന്നതാണ് ഇരപിടിയൻ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ predator capture kills and eats animal to other species called prey. അത് വേട്ടയാടുക അല്ലെ, വേട്ടയാടി അവയെ ഉപദ്രവിക്കുന്നു, കഴിക്കുന്നു. The predator naturally benefit for this relationship while the prey is harmed. Predator എന്താണ് നമ്മളിവിടെ പറഞ്ഞ ലെപ്പേർഡ്, അതല്ലേ പുള്ളിപ്പുലി, അതുപോലെ ടൈഗേഴ്സ്, ചീറ്റ, ഇവയൊക്കെ വളരെയധികം സ്പീഡുണ്ട്. ഇവർക്കൊക്കെ നല്ല എന്തുണ്ട്? സ്പീഡുണ്ട് അല്ലെ. ഇവർക്കെല്ലാം നല്ല സ്പീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാവം പിടിച്ച എന്താണ് നമ്മുടെ മാനിനെയോ അല്ലെങ്കിൽ എന്താണ് ചെറിയ ചെറിയ എന്താണ് ജീവജാലങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? വേട്ടയാടി പിടിച്ച് കഴിക്കുന്നുണ്ട് അല്ലെ. അവർക്ക് നല്ല പോലെ ടീത്ത് ഉണ്ട്, നല്ല പോലെ കൂറ്റൻ പല്ലുകളും, അതുപോലെ തന്നെ എന്താണ് അവർക്ക് കില്ല് ചെയ്യാനും അതിനെ കഴിക്കുവാനുള്ള കഴിവും ഇവർക്ക് ഉണ്ട്, വേട്ടയാടി പിടിക്കുക. മനസ്സിലായോ? ഇനി പാരാസിറ്റിസം, പരാതജീവി. In this type of interaction, one species harmed and other benefits. മനസ്സിലായി? ഒരാൾക്ക് എന്താണ്? ബെനിഫിറ്റ് ആണ്, ഒരാൾക്ക് എന്തല്ല? ദോഷമാണ്. മനസ്സിലായോ? ബെനിഫിറ്റ് അല്ല. Parasitism involves small sized organs, parasite living or no living species called host from the parasite gets a nourishment shelter. അതായത് നമുക്കറിയാം ഈ ചില മരങ്ങളിലെല്ലാം മറ്റു മരങ്ങൾ മറ്റു ഇലകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു പാരസൈറ്റിസ് എന്ന് പറയും, പരാതജീവികളാണ്. അവയിൽ മാവിൽ ഇത്തിൽ കണ്ണി അല്ലെ, അതൊക്കെ കേട്ടിട്ടില്ലേ? മാവ് കഴിക്കുന്ന ആഹാരം എല്ലാം വലിച്ചുകൊണ്ടിരിക്കും, ഇത്തിൽ കണ്ണി വലിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കും. അതാണ് പാരസൈറ്റിസ് എന്നൊക്കെ പറയുന്നത്. പ്ലാന്റ്സിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഉണ്ട്. മനസ്സിലായോ? അനിമൽസിലും അങ്ങനെയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേജ് നമ്പർ 166 എന്ത് കൊടുത്തിട്ടുണ്ട്? ഗ്രോയിങ് ലീഫ് ആൻഡ് ഗ്രാസ് പ്ലാന്റ്. കണ്ടോ? ചെടികളെ എന്ത് ചെയ്യുന്നു? പറ്റിപ്പിടിച്ച് വളരുന്നുണ്ട്, ജീവജാലങ്ങളിലും ഉണ്ട്. ഇനി കോമ്പറ്റീഷൻ. എന്താണ് കോമ്പറ്റീഷൻ? ദിസ് ഈസ് ആൻ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ, രണ്ടുപേര്, ഇൻ വിച്ച് ബോത്ത് സ്പീഷീസ് ആർ ഹാംഡ് സം എക്സ്റ്റെന്റ്. കോമ്പറ്റീഷൻ എക്കോസ് വെൻ ടു പോപ്പുലേഷൻ സ്പീഷീസ്, രണ്ടുപേരും തമ്മിൽ നല്ല പോലെ മത്സരമുണ്ട്. ബോത്ത് നീഡ് വൈറ്റൽ റിസോഴ്സ്, ഇവർക്ക് ഒന്നാണ് ആവശ്യം, രണ്ടുപേര് മത്സരം ചെയ്യുന്നുണ്ട്. എന്താണ്? ഇന്റർ സ്പെസിഫിക് കോമ്പറ്റീഷൻ ഉണ്ട്, ഇൻട്രാ സ്പെസിഫിക് കോമ്പറ്റീഷൻ. നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഷോർട്ട് സപ്ലൈക്കുള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവര് വാട്ടറിനായാലും ഫുഡിനായാലും ഷെൽട്ടറിനായാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് കോമ്പറ്റീഷൻ നടത്തി മത്സരിച്ച് അതിൽ ജയിക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. അതാണ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി കമൻസലിസം. കമൻസലിസം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് കമൻസലിസം എന്ന് പറയുന്നത്? ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ട് അല്ലെ, ഒരാൾക്ക് ബെനിഫിറ്റും മറ്റൊരാൾക്ക് എന്താണ് നെഗറ്റീവ് സംഭവിക്കുന്നതാണ് കമൻസലിസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫിഷിന് അല്ലെ, ഫിഷിനെയൊക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യും. പിന്നെ എന്താണ് നമ്മുടെ ഡക്കൊക്കെ വന്ന് ഫിഷിനെ എന്ത് അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കമൻസലിസത്തിനാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് അടുത്ത മ്യൂച്വലിസം. മ്യൂച്വലിസം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്? രണ്ടുപേർക്കും എന്താണ് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതിൽ നമുക്ക് ഇവിടെ എന്ത് പറയാം? ദിസ് ഈസ് എ ക്ലോസ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു സ്പീഷീസ് വിത്ത് ബോത്ത് ദ സ്പീഷീസ് ബെനിഫിറ്റ്. രണ്ടുപേർക്കും എന്തുണ്ട്? ബെനിഫിറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സീ അനിമിൻ, അതുപോലെ തന്നെ അറ്റാക്ഡ് ടു ഷെൽ ഹെൽമിറ്റ് ക്രാബ് ബെനിഫിറ്റ് ട്രാൻസ്പോർട്ട്. ക്രാബ്, ഞണ്ടൊക്കെ നമുക്ക് എന്തിലെടുക്കാം? മ്യൂച്വലിസത്തിൽ എടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഒരു തോടുകൾ വെച്ച് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ക്രാബൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? രക്ഷപ്പെടുന്നതൊക്കെ മ്യൂച്വലിസം. വേറെ ആർക്കും എന്തില്ല? ഉപകരണം അല്ലെങ്കിൽ ഉപദ്രവം ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് മ്യൂച്വലിസം എന്ന് പറയുന്നത്. ഇനി എന്താണ് ബയോമിസ്? ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ബയോമിസ് എന്ന് പറയുന്നത് ദ പ്ലാൻ ഗ്രോത്ത് ഇസ് ഡിറ്റർമിൻഡ് ഫിസിക്കൽ ആൻഡ് എഡാപ്റ്റ്. നിങ്ങൾ യാത്രയൊക്കെ ചെയ്യുന്നവരാണ് അല്ലെ. യാത്ര ചെയ്യുമ്പോൾ നമ്മളെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കി പോകുമ്പോൾ ധാരാളം സസ്യജാലങ്ങളെയും ധാരാളം വെജിറ്റേഷനെ അല്ലെങ്കിൽ എന്താണ് മലകള്, കുന്നുകൾ, ഇവയെല്ലാം നമുക്ക് കാണാൻ പറ്റും അല്ലെ. ട്രെയിനിലൂടെ ബസ്സിൽ പോയാലും കാണാൻ പറ്റും. ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്? നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ വാച്ചിങ് ഔട്ട് സൈഡ് യു ട്രെയിൻ പാസസ് ത്രൂ തിക്ക് ഫോറസ്റ്റ്. ട്രെയിൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ തിക്കായിട്ടുള്ള ഫോറസ്റ്റും അതുപോലെ തന്നെ ഗ്രാസ് ലാൻഡും ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കണ്ടിട്ടില്ലേ അല്ലെ? മരുഭൂമികൾ കണ്ടിട്ടില്ലേ? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? ദ പ്ലാന്റ് ഗ്രോത്ത് ഇസ് ഡിറ്റർമിൻ ഫിസിക്കൽ അഡാപ്റ്റിംഗ് ജോഗ്രഫിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്ലേസ്. ധാരാളം എന്ത് ചെയ്യുന്നു? നമ്മൾ കാണുന്ന ഈ പ്ലേസ് ഉണ്ട്. അത് എങ്ങനെയൊക്കെയാണ്? ദീസ് ദ നാച്ചുറൽ ബോർഡ് ബയോട്ടിക് സോൺസ് ബയോസ്ഫിയർ ഇസ് കാൾഡ് ബയോമിസ്. ഇങ്ങനെ കാണുന്ന ആ ചെടികളുടെ കൂട്ടത്തെയും അല്ലെങ്കിൽ എന്താണ് ആ ഫിസിക്കൽ ആയിട്ടുള്ള ഭൗതികപരമായ ആ സവിശേഷതകളെയാണ് ബയോമിസ് എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന മലകൾ, കുന്നുകൾ അല്ലെങ്കിൽ എന്താണ് ഈ ചെടികൾ, ഇവയെല്ലാം നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബയോമിസ് എന്ന് അറിയപ്പെടുന്നു. ഈച്ച് ബയോമിസ് ക്യാരക്ടറൈസ്ഡ് യൂണിഫോം ലൈഫ് വെജിറ്റേഷൻ സച്ചസ് ഗ്രാസ് ആകാം, പുല്ലുകളാകാം, പ്ലാന്റ്സ് ആകാം, ചെടികളാകാം, പിന്നെന്താണ് ഡിസിഡസ് ട്രീസ്, ഇലപുഴിയും എന്താണ് കാടുകളാകാം, പിന്നെ എന്താണ് സ്കേപ്പ്, പൈനാകാം, ദേവദാരുക്കളാകാം, ഇവയെല്ലാം, പിന്നെ ഫ്ലോറയാവാം, ഫോണയാവാം, ഇതെല്ലാം എന്താ കണക്കാക്കാം? ബയോമിസ് ആയിട്ട് കണക്കാക്കാം. മനസ്സിലായോ? ബയോമിസിനെ ക്ലാസിഫൈ ചെയ്യുന്നു രണ്ടായിട്ട്. ടെറസ്ട്രിയൽ ബയോമിസ് എന്നും അക്വാട്ടിക്
ബയോമിസ് എന്ന്. അതായത് സസ്യ വളർച്ച നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? ആ സ്ഥലത്തിന്റെ ഭൗതികപരമായി ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷനെയാണ്. ആ ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബയോമുകൾ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ജൈവമണ്ഡലത്തില് സ്വാഭാവികമായ വിശാലമായ കേന്ദ്രത്തെയാണ് നമ്മൾ ബയോട്ടിക് സോണുകൾ എന്ന് വിളിക്കുന്നത്. കാണുന്ന ഈ കുന്നുകളും ട്രീസും ഫ്ലോറയും ഫോണയും ഒക്കെ എന്താണ്? ബയോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ബയോംസിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ടെറസ്ട്രിയൽ ബയോംസ് എന്ന്, അക്വാട്ടിക് ബയോംസ് എന്ന്. ടെറസ്ട്രിയൽ എന്താണ്? ദീസ് ആർ ദ ബയോംസ് ഫൗണ്ട് ലാൻഡ്, തുന്ദ്ര, ഫോറസ്റ്റ്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്. ഇതൊക്കെ എന്താണ്? ടെറസ്ട്രിയൽ ആണ്. അക്വാട്ടിക് എന്ന് നമ്മൾ ഇപ്പോഴേ നേരത്തെ പഠിച്ചു, പോണ്ട് അല്ലെ, പിന്നെന്താണ്? ഫ്രഷ് വാട്ടർ, പിന്നെന്താണ്? റിവർ, പിന്നെന്താണ്? നമ്മുടെ കടല്. ഇവയെല്ലാം എന്താണ്? അക്വാട്ടിക് ആയിട്ടുള്ള ബയോംസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ടെറസ്ട്രിയൽ ബയോംസിൽ ചുരുക്കി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫോറസ്റ്റ് ഒക്കെ എന്തിൽ വരുന്നതാണ്? ടെറസ്ട്രിയൽ ബയോംസിലാണ് വരുന്നത്. ഫോറസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്നും, ടെമ്പറേച്ചർ ഡിസിഡ്യൂസ് ഫോറസ്റ്റ് എന്നും, ബോറൽ ഓർ നോർത്ത് കോൺഫറൻസ് ഫോറസ്റ്റ് എന്നും. അതായത് ഇലപൊഴിയും കാടുകൾ എന്നും, അത് മാത്രമല്ല ട്രോപ്പിക്കൽ റെയിൻ അല്ലെ, നമ്മുടെ മഴക്കാടുകൾ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ട്രോപ്പിക്കൽ റെയിൻ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ദ ട്രോപ്പിക്കൽ റീജിയൻ വെരി ഹൈ റെയിൻഫാൾ. നല്ല പോലെ മഴ പെയ്യുന്ന സ്ഥലത്തെയാണ് ട്രോപ്പിക്കൽ റെയിൻഫാൾസ് എന്താണ് പ്ലേസ് അല്ലെങ്കിൽ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. മഴയായിരിക്കും കൂടുതലായിട്ട് അവിടെ എന്താണ് കാണുന്നത്? മഴയാണ്. സച്ച് ഫോറസ്റ്റ് വെൽ ഡെവലപ്ഡ് ഓവർ ദ വെസ്റ്റേൺ കോസ്റ്റ് ഇന്ത്യ, നോർത്ത് ഈസ്റ്റേൺ ഹിമാലയ പ്ലേസ് ഒക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഒക്കെ നമ്മൾ ഈ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ ആൻഡ് ലൈറ്റ് ഇന്റൻസിറ്റി വെരി ഹൈ ആണ് അല്ലെ. അവിടെ എന്താണ്? ടെമ്പറേച്ചറും അതുപോലെ തന്നെ ലൈറ്റ് ഇന്റൻസിറ്റി ഒക്കെ എന്താണ്? വെരി ഹൈ ആണ്. റെയിൻഫാൾ ഈസ് ഗ്രേറ്റർ ദാൻ 200 സെന്റിമീറ്റർ പെർ ഇയർ. മഴ എന്ന് പറയുന്നത് 200 സെന്റിമീറ്ററിന് മുകളിലാണ്. സോയിൽ ഓഫ് ദീസ് റീജിയൻസ് റിച്ച് ഹ്യൂമസ്. നല്ല ആർദ്രതയുള്ള മണ്ണാണ് അവിടെ കാണപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് നമ്മുടെ നമ്മളിവിടെ പറഞ്ഞ ടെറസ്ട്രിയൽ ബയോമിസിലെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഡെസിമിഡ്സ്. അവിടെ വളരുന്ന ചെടികളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇനി ടെമ്പറേച്ചർ ഡിസിഡ്യൂസ് ഫോറസ്റ്റ് എന്ന് പറയുന്നതാണ് ഇല പൊഴിയുന്ന കാടുകൾ എന്നാണ്. ഇല പൊഴിയുന്ന നോർത്ത് ഈസ്റ്റ് ഒക്കെയാണ്. പിന്നെ അവിടെ എന്താണ്? ചൈന, കൊറിയ, ജപ്പാൻ, അമേരിക്ക, ഇതൊക്കെ എന്താണ്? ടെമ്പറേച്ചർ ഡിസിഡ്യൂസ് ഫോറസ്റ്റ് ആണ്. ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും അവിടുത്തെ? ആനുവൽ റെയിൻഫാൾ, വാർഷിക അനുപാതം 75 to 150 ആണ്. പിന്നെ വിന്റർ ലാസ്റ്റ് ഫോർ 6 months. എന്താണ് പറയുന്നത്? വിന്റർ എങ്ങനെയായിരിക്കും? 4 to 6 months ആയിരിക്കും. 4 മുതൽ 6 വരെ എന്തായിരിക്കും? വിന്റർ ആയിരിക്കും. ടെമ്പറേച്ചർ റേഞ്ചസ് എന്ന് പറയുന്നത് 10 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കും. 10 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ്. സോയിൽ എന്ന് പറയുന്നത് എന്താണ്? റിച്ച് ന്യൂട്രിയൻസ്, ധാരാളം പോഷകഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള മണ്ണാണ് അവിടത്തെ സോയിൽ എന്ന് പറയുന്നത്. ഫ്ലോറ എന്ന് പറയുന്നതും ഫോണ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിക്കേ. കോമൺലി ട്രീസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്ലോറ. എന്താണ്? ഓക്ക്, ബ്രിച്ച്, ഹീത്ത്, അതായത് നമ്മൾ പറഞ്ഞില്ലേ പൈന്, ദേവദാരു, അതുപോലെ തന്നെ സൈപ്രസ് അല്ലെ, ഇതെല്ലാം എന്താണ്? ഫോണയിൽ വരുന്നതാണ്. കംബ്രൈസ് ഗ്രീൻ, ഓക്ക് മരങ്ങൾ, ഇതെല്ലാം എന്താണ്? ഫോണയിൽ വരുന്നതാണ്. ഫ്ലോറ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം കാറ്റ്, വോൾസ്, വോക്സ് അല്ലെ, ബിയർ, ബ്ലാക്ക് ബിയർ, സ്പാരോ, ഇതെല്ലാം എന്താണ്? ഫോണയിൽ വരുന്നത് ജീവജാലങ്ങളാണ്. ജീവജാലങ്ങളെ ഫ്ലോറ എന്നും എന്താണ്? സസ്യജാലങ്ങളെ ഫോണ എന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. ഇനി കോൺഫറൻസ് ഫോറസ്റ്റ് എന്ന് എന്താണ്? ഫോറസ്റ്റ് ടൈഗ്ര, ബോറൽ ഫോറസ്റ്റ്, ഇവയാണ് എന്ത് വിളിക്കുന്നത്? തൈഗ ആൻഡ് ബോറൽ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. കണ്ടിന്യൂസ് ഓൺ ബെൽറ്റ് അക്രോസ് നോർത്ത് അമേരിക്ക. തുന്ദ്ര പറയുന്നില്ലേ? തുന്ദ്ര ഘട്ടങ്ങൾ അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞ ഇലപൊഴിയും കാടുകൾ പോലെ തുന്ദ്ര വന പ്രദേശങ്ങളെയൊക്കെ നമ്മൾ ഹിമാലയ പോലെയുള്ള കാലഘട്ട ആ സ്ഥലങ്ങളെയൊക്കെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോൺഫറൻസ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഫ്ലോറ, ഫോണയൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ഓർത്തു വയ്ക്കാൻ. ഇതൊക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കുന്നത്. ഗ്രാസ് ലാൻഡ് ചോദിക്കാം, ഡെസേർട്ട് ചോദിക്കാം, എന്നുവെച്ചാൽ മരുഭൂമി ചോദിക്കാം, അവിടുത്തെ ക്ലൈമറ്റ് ചോദിക്കാം. തുന്ദ്ര എന്ന് പറഞ്ഞ ഒരു ബാരൽ ലാൻഡ് ആണ് അല്ലെ, ആൽപൈൻ ആയിട്ടുള്ള. അതുപോലെ എന്താണ്? ഒരുപാട് 2 types ആയിട്ടൊക്കെ തുന്ദ്ര എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ തിരിക്കുന്നതായിട്ട്. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. നന്നായിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഘടകങ്ങളാണ്. ഇനി വാട്ടർ സൈക്കിൾ ഒന്നുകൂടെ നോക്കിക്കേ. ജസ്റ്റ് എന്താണ്? ദിസ് ഈസ് എ ആൾസോ നോൺ ഹൈഡ്രോളജിക് സൈക്കിൾ. ഇതിന് എന്ത് വിളിക്കുന്നു? ഹൈഡ്രോളിക് സൈക്കിൾ എന്ന് വിളിക്കുന്നു. പിന്നെ എന്താ പറയുന്നത്? പ്ലാന്റ് ഓർ സോളാർ സിസ്റ്റം വെരി സ്മാൾ ഫ്രാക്ഷൻ അവൈലബിൾ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. വാട്ടർ ഇസ് നോട്ട് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ത്രൂ ദ സർഫസ് ഓഫ് ദ മേജർ പെർസെന്റേജ്. ഇവിടെ പറയുന്നുണ്ട് എന്താണ്? 97.3% നമ്മുടെ വെള്ളം എന്ന് പറയുന്നത്. അതിൽ എന്താണ്? ശുദ്ധജലം എന്ന് പറയുന്നത് നമുക്ക് എത്രയായിരിക്കാം?
കുറച്ച് മാത്രമാണ് അല്ലെ. അതിൽ 2.1 എന്ന് പറയുന്നത് ഓഷനിലുള്ളതാണ്. പോളാർ ഐസ് ക്യാപ്പ് ഉരുകി വരുന്നതാണ്. ദാറ്റ്സ് ഓൺലി 0.6% ഫ്രഷ് വാട്ടർ. 0.1 പോലും ഇല്ല. എങ്ങനെയാണ് 0.6% മാത്രമാണ് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ്? സമുദ്രമാണ് നമുക്ക് കൂടുതൽ അല്ലെ. ചുറ്റപ്പെട്ടാൽ കിടക്കുന്നതാണ്, സമുദ്രത്താൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് സമുദ്രമാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. 97.3% എന്ത് തന്നെയാണ്? ഓഷനില് വെള്ളമാണ്. വാട്ടർ വേവ്സ് ഗ്രൗണ്ട്, സോയിൽ വാട്ടർ. ദീസ് ഐസ് ക്യാപ്സ് വാട്ടർ ഡീപ്പ് ഇൻ ഓഷൻ ദ റിസർവോയർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എവാപറേഷനും കണ്ടൻസേഷനും കൊണ്ടൊക്കെ പ്രസിപ്പിറ്റേഷനും ഒക്കെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാട്ടർ സൈക്കിൾ പോകുന്നത്. അറിയാലോ, വർഷണം കൊണ്ടും ഹനീകരണം കൊണ്ടും നീരാവി കൊണ്ടും ഒക്കെയാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? വാട്ടർ സൈക്കിള് രൂപം ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്റർ. നമുക്ക് പ്രധാനമായിട്ട് ഉണ്ടോ എന്ന് കേട്ടാൽ ഇനിയും ഉണ്ട്, എങ്കിലും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നന്നായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കിയെടുക്കുക. ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ള ടെക്സ്റ്റ് വായിക്കുക. പാർട്ട് 1ഉം പാർട്ട് 2ഉം വൃത്തിയായിട്ട് ഒന്ന് കേൾക്കുക. അതിനുശേഷം നോട്ടുകൾ എഴുതിയെടുക്കുക. ഫ്രണ്ട്സിന് കൂടെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.